ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ A4 സ്റ്റാർസ്. അപ്പോൾ സിൻഡ്രല്ല എന്ന് പറഞ്ഞ പാടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ടാണിത്. ഇത് സെർച്ചിങ് ഉണ്ട്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ദ പ്രിൻസ് ബിക്കം വെരി സാഡ് വെൻ സിൻഡ്രല്ല ലെഫ്റ്റ് ഹിം. സിൻഡ്രല്ല പോയതോട് കൂടിയിട്ട് സിൻഡ്രല്ല അപ്പം 12 മണി അടിച്ചതോട് കൂടിയിട്ട് സിൻഡ്രല്ല വേഗം പുറത്തേക്ക് ഓടുകയാണ് ചെയ്തത്. അവളെ ഒരു ഗ്ലാസ് ഷൂ അവിടെ ഉപേക്ഷിച്ചിട്ട് അവൾ പോവുകയാണ് ചെയ്തത്. അപ്പോൾ സിൻഡ്രല്ല പോയതോട് കൂടിയിട്ട് പ്രിൻസിന് ഭയങ്കര വിഷമായി. ഹി സെർവൻസ് ബ്രോട്ട് ഹിം ദ ഗ്ലാസ് ഷൂ ദാറ്റ് സിൻഡ്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ റൂം. ആ റൂമിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഗ്ലാസ് ഷൂ പ്രിൻസിൻ്റെ സെർവൻസ് എടുത്തു വെച്ചു. ഹി വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദ ബ്യൂട്ടിഫുൾ ഗേൾ ഹു ഹാഡ് ഡാൻസ്ഡ് വിത്ത് ഹിം. പ്രിൻസിന് വലിയൊരു ആഗ്രഹമായിരുന്നു ആരാണ് തൻ്റെ ഒപ്പം ഡാൻസ് ചെയ്ത ആ കുട്ടി, ആ ഗേൾ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹം തോന്നി. ദ നെക്സ്റ്റ് ഡേ ഹി സെൻറ്റ് മെസ്സഞ്ചേഴ്സ് ടു അനൗൺസ് ദാറ്റ് ദ പ്രിൻസ് വുഡ് വിസിറ്റ് എവറി ഹോം ടു ഫൈൻഡ് ഔട്ട് ദ ലേഡി. ആ സ്ത്രീയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രിൻസ് എല്ലാ വീടുകളിലും അവരുടെ ആ സ്ഥലത്തുള്ള എല്ലാ വീടുകളിലും സെർച്ച് നടത്തും. അന്വേഷിച്ചു ആ ഗേളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണം എല്ലാ വീടുകളിലും നടത്തുന്ന ഒരു അനൗൺസ്മെൻറ്റ് ആ നാട്ടിൽ പറഞ്ഞു. ദിസ് ന്യൂസ് എക്സൈറ്റഡ് ദ ലേഡീസിനൊക്കെ ഇതൊരു എക്സൈറ്റ്മെൻ്റ് ആയി, ഒരു ആശ്ചര്യമായി. ദ ടു സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് were very glad because they had pretty feet. അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർക്ക് ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി, വളരെ സന്തോഷമായി. കാരണം അവർക്ക് നല്ല പ്രെറ്റി ആയിട്ടുള്ള ഫീറ്റ് ഉണ്ട്. കാരണം ആ ഗ്ലാസ് ഷൂ അവിടെ ഉപേക്ഷിച്ച് പോയത് കൊണ്ട് ആരുടെ കാലിലാണ് ആ ഷൂ സ്യൂട്ടാവുന്നത് അവരായിരിക്കും പ്രിൻസിൻ്റെ ഒപ്പം ഡാൻസ് കളിച്ച കുട്ടീന്ന് ഗേളെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഗേൾസിന് വളരെയധികം സന്തോഷമായി. കാരണം അവർക്ക് നല്ല പ്രെറ്റി ആയിട്ടുള്ള ഫീറ്റ് ഉണ്ടായിരുന്നു, കാൽപാദങ്ങളുണ്ടായിരുന്നു. ദേ പുട്ട് ഓൺ ദെയർ ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് വെയിറ്റഡ് ഫോർ ദ പ്രിൻസ്. അവർ നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് പ്രിൻസിനെ വെയിറ്റ് ചെയ്തിട്ട് നിന്നു. ബട്ട് സിൻഡ്രല്ല ഡിഡിൻറ്റ് ഹാവ് എനി ഗുഡ് ക്ലോത്ത്സ്. പക്ഷേ സിൻഡ്രല്ല മാത്രം നല്ല ക്ലോത്ത് ഇടാനോ ഒന്നും നിന്നില്ല. കാരണം അവൾക്ക് നല്ല ക്ലോത്ത്സ് ഒന്നും ഇല്ല. ദ പ്രിൻസ് വിസിറ്റഡ് എവരി ഹൗസ്. പ്രിൻസ് രാജകുമാരൻ എല്ലാ വീടുകളിലും സെർച്ച് നടത്താൻ തുടങ്ങി. He invited girls to try on the shoe Cinderella had left in the ballroom. ആ ബോൾ റൂമിൽ സിൻഡ്രല്ല ഉപേക്ഷിച്ചിട്ടുള്ള ആ ഷൂ പ്രിൻസ് എല്ലാ വീട്ടിലും പോയിട്ട് അവിടുത്തെ ഗേൾസിനോട് ഇട്ട് നോക്കാൻ പറയും. The girls tried it on but it did not fit any one of them. പക്ഷേ എല്ലാവരും ഇട്ട് നോക്കും, പക്ഷെ ആർക്കും ആ ഷൂവിലെ ഫീറ്റ് കറക്റ്റ് ആവില്ല. ഫൈനലി ദ പ്രിൻസ് റീച്ച്ഡ് സിൻഡ്രല്ലാസ് ഹൗസ്. സിൻഡ്രല്ലയുടെ വീട്ടിലേക്ക് അവസാനം രാജകുമാരൻ എത്തിച്ചേർന്നു. ദ എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വെൻറ്റ് ടു ഹെർ റൂം ടു ട്രൈ ഓൺ ദ ഷൂ ആൻഡ് ഹെർ മദർ സ്റ്റുഡ് ബൈ. ഈ പ്രിൻസ് അവിടെ എത്തിയതോട് കൂടിയിട്ട് ആ ഷൂ വാങ്ങിയിട്ട് എൽഡസ്റ്റ് സിസ്റ്റർ, മൂത്ത സ്റ്റെപ്പ് സിസ്റ്റർ തൻ്റെ റൂമിലേക്ക് പോയി. കൂടെ അമ്മയും ഉണ്ടായിരുന്നു. But she could not get her big toe into it, for the shoe was too small. പക്ഷേ അവരുടെ ആ സ്റ്റെപ്പ് സിസ്റ്ററുടെ കാല് ഷൂവിനേക്കാളും എത്രയോ വലുതാണ്. അതുകൊണ്ട് അവർക്ക് ആ ഷൂവിലേക്ക് സ്യൂട്ടായില്ല. Then her mother handed her a knife and said, cut the toe off. For when you are a queen, you will never have to go on foot. അപ്പോൾ മദറിൻ്റെ കയ്യിൽ ഒരു നീഫ് ഉണ്ടായിരുന്നു, ഒരു കത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കത്തി സ്റ്റെപ്പ് സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ കാലിൻ്റെ കുറച്ച് ഭാഗം മുറിച്ച് കളയും, എന്നാലേ ഈ ഷൂ അതിലേക്ക് സ്യൂട്ടാവുള്ളൂ. അതിന് കാലിൽ കുറച്ച് ഭാഗം മുറിച്ച് കളയാൻ പറഞ്ഞു. അപ്പോൾ മുറിച്ച് കളഞ്ഞിട്ട് ഇത് സ്യൂട്ടായത് നീ തന്നെയാണ് രാജകുമാരി എന്ന് പറഞ്ഞു. സോ ദ ഗേൾ കട്ട് ഓഫ് ഹെർ ടൂ, സ്ക്യൂസ്ഡ് ഹെർ ഫുഡ് ഇൻ ടു ദ ഷൂ. ഷീ കൺസീൽഡ് ഹെർ പെയിൻ ആൻഡ് വെൻ ഡൗൺ ടു ദ പ്രിൻസ്. അവരെന്ത് ചെയ്ത് കാലൊക്കെ മുറിച്ച്, കാലിലൊരു ഭാഗം മുറിച്ചിട്ട് ഷൂയിലേക്ക് കയറ്റാൻ നോക്കി. അവളുടെ പെയിൻ, ആ കാല് മുറിക്കുമ്പോഴായിരുന്ന പെയിൻ അവൾ ഇങ്ങനെ സഹിച്ചു പിടിച്ചു. ആ സമയത്താണ് പ്രിൻസ് കടന്നു വരുന്നത്. ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹെർ ഷൂ ആൻഡ് സോ ബ്ലഡ് ഫ്ലോയിങ് അണ്ടർ ഇറ്റ്. രാജകുമാരൻ്റെ ഷൂ നോക്കിയ സമയത്ത് ഷൂവിൽ നിറച്ചും ബ്ലഡ് കണ്ടു.
നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. ഇത് യഥാർത്ഥ ബ്രൈഡ് അല്ല, എൻ്റെ ഡാൻസ് കളിച്ച ഗേൾ അല്ല ഇത്. ദ പ്രിൻസ് ഷൗട്ടഡ് ഇൻ ആങ്കർ. വളരെ ദേഷ്യത്തോടെ അദ്ദേഹം ഷൗട്ട് ചെയ്തു. ദെൻ ദ അതർ സിസ്റ്റർ ട്രൈഡ് ദ ഷൂ. ഷീ വെൻറ്റ് ഇൻ ടു ഹെർ റൂം ടു ഡു സോ ആൻഡ് ഗോ ഹെർ ടു കംഫർട്ടബ്ലി ഇൻ, ബട്ട് ഹെർ ഹീൽ വാസ് ടു ലാർജ്. ആ സമയത്ത് അടുത്ത സ്റ്റെപ്പ് സിസ്റ്റർ തൻ്റെ ഷൂ ഇടാൻ വേണ്ടിയിട്ട് തൻ്റെ റൂമിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് അവൾക്ക് കാല് കയറി, പക്ഷേ അവളുടെ ഹീല് അതിൽ പാകാവുന്നില്ല. ഹീല് വളരെ വലുതായിട്ട് തോന്നി. ദെൻ ഹെർ മദർ ഹാൻഡഡ് ഹെർ ദ നീഫ് സേയിങ്, കട്ട് എ പീസ് ഓഫ് യുവർ ഹീൽ വെൻ യു ആർ ദ ക്യൂൻ, you will never have to go on foot. So the girl cut off a piece of her heel and thrust her foot into the shoe. അവളെന്താ ചെയ്തത്, അവളെ ഹീല് ആ ഷൂയിലേക്ക് കൊള്ളുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മദർ കത്തി അവളെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, നിൻ്റെ കാലിൻ്റെ ഹീല് കുറച്ച് കട്ട് ചെയ്ത് കളയുക, എന്നാലും നിനക്ക് ഈ ഷൂയിലേക്ക് നിൻ്റെ കാല് കൊള്ളുകയും ചെയ്യും, നീ തന്നെയായിരിക്കും നമ്മുടെ പ്രിൻസിൻ്റെ വൈഫ്, പ്രിൻസ് ക്യൂൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ ഹീല് കട്ട് ചെയ്തിട്ട് ഷൂയിലേക്ക് കാല് കയറ്റും. അപ്പോൾ സ്യൂട്ടായിട്ട് നിൽക്കും. ദ ഷൂ ഈസ് ടു സ്മോൾ, നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. അപ്പോൾ പ്രിൻസ് ഇത് കണ്ടുകൊണ്ട് പ്രിൻസ് വരും. ഷൂവിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലഡ് ഒഴുകുന്നു കാണും. അപ്പോൾ അദ്ദേഹം പറയും, ഷൂ നിൻ്റെ കാലിന് ഒട്ടും സ്യൂട്ടല്ല, അതുകൊണ്ട് നീയല്ല ബ്രൈഡ്, ശരിയായിട്ടുള്ള ബ്രൈഡ് നീയല്ല പറയും. ദെൻ സിൻഡ്രല്ല കെയിം ഫോർവേഡ് ആൻഡ് സെഡ്, ലെറ്റ് മീ ട്രൈ ഇറ്റ്, ഹെർ സിസ്റ്റേഴ്സ് ലോഫ്ഡ് അറ്റ് ഹെർ. അപ്പോൾ ആ സമയത്താണ് സിൻഡ്രല്ല പുറത്തേക്ക് വന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അപ്പോൾ ആ സമയത്ത് സിസ്റ്റേഴ്സ് കളിയാക്കിയിട്ട് ചിരിക്കും. ക്ലിയർ ഔട്ട് ഓഫ് ഹിയർ, ഹൗ ഡയർ യു കം ഹിയർ ഇൻ ദിസ് ഡേർട്ടി റാക്സ്, യു അഗ്ലി ക്രിയേച്ചർ. അപ്പോൾ സിസ്റ്റേഴ്സ് പറയാണ്, നീ എന്തിനാണ് ഈ ഡേർട്ടി ഡ്രസ്സ് ഇട്ടിട്ട് റാക്സ് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നത്, വളരെ മുഷിഞ്ഞ വേഷമായിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത്, വളരെ വിരൂപത നിറഞ്ഞ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കണം. ദിസ് സെഡ്, ബട്ട് ദ പ്രിൻസ് ആസ്ക്ഡ് ഹെർ ടു ട്രൈ ദ ഷൂ. പക്ഷേ പ്രിൻസിന് അതൊന്നും പ്രശ്നമായിരുന്നില്ല. പ്രിൻസ് പറഞ്ഞു ഈ ഷൂ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഐ ഹാവ് സീൻ യു സംവെയർ ബട്ട് ഐ കാനോട്ട് റിമെമ്പർ വേർ ഹീ സെഡ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ തന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് എവിടെയാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. സിൻഡ്രല്ല പുട്ട് ഹെർ ലെഫ്റ്റ് ഫുട്ട് into the shoe and it fitted her perfectly. സിൻഡ്രല്ല ആ ഷൂ എടുത്തിട്ട് തൻ്റെ ലെഫ്റ്റ് കാലിലിട്ടു, അത് പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ചെയ്തു, സ്യൂട്ടായി. എവരിബഡി വാസ് അസ്റ്റോണിഷ്ഡ്. എല്ലാവരും വളരെ അത്ഭുതത്തോടുകൂടി നോക്കി. ഷീ ദെൻ പുൾഡ് ഔട്ട് ദ അതർ ഷൂ ഫ്രം ഹെർ പോക്കറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ഹെർ റൈറ്റ് ഫുട്ട്. അവളെ കയ്യിലുണ്ടായിരുന്ന മറ്റേ റൈറ്റ് ഫീറ്റിലുണ്ടായിരുന്ന മറ്റേ ഷൂ എടുത്തിട്ട് അവൾ ഇട്ടു. ജസ്റ്റ് ദെൻ ദ ഫെയറി അപ്പിയർഡ് ആൻഡ് ടച്ച്ഡ് ഹെർ വിത്ത് ഹെർ മാജിക് വാൻഡ്. ആ സമയത്ത് ഫെയറി അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവളെ മാജിക് വാൻഡ് കൊണ്ട് അവളെ ടച്ച് ചെയ്തു. ഇൻ എ മൊമെൻറ്റ് ഹെർ റാക്സ് ചേഞ്ച്ഡ് ഇൻ ടു ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. ആ സമയത്ത് അവളുടെ റാക്സ്, അവളുടെ വസ്ത്രങ്ങൾ സിൽക്കും ഗോൾഡായിട്ട് അന്ന് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയായിട്ട് മാറി. The prince danced with joy and cried, this is the right bride. പ്രിൻസിന് വളരെയധികം സന്തോഷമായി, ഇതാണ് യഥാർത്ഥ ബ്രൈഡ് എന്ന് അവൻ വിശ്വസിച്ചു, അവൻ മനസ്സിലായി. The shoes are fit for her, she is the right bride after all, he said to Cinderella. You are the most beautiful girl in the country, I will make you my bride. നീയാണ് ഈ കിങ്ഡത്തിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരി, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടവളും, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വൈഫാക്കാൻ, ഭാര്യയാക്കാൻ, ക്യൂനാക്കാൻ പോവാണെന്ന്. ദ പ്രിൻസ് മാരീഡ് ആൻഡ് ടുക്ക് ഹെർ ടു ദ പാലസ്. അവളെ വിവാഹം ചെയ്തിട്ട് പാലസിലേക്ക് കൊണ്ടുപോയി. സിൻഡ്രല്ല പാഡോൺഡ് her sisters and took them to the palace. They lived there happily thereafter. അവൾ പ്രിൻസ് സിൻഡർലാനെ കല്യാണം കഴിച്ചിട്ട്, വിവാഹം കഴിച്ചിട്ട് തൻ്റെ പാലസിലേക്ക് കൊണ്ടുപോയി. അവളെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സും മദറൊക്കെ ചെയ്ത തെറ്റുകളൊക്കെ അവരോട് ക്ഷമിച്ചിട്ട് അവരേനും പാലസിലേക്ക് കൊണ്ടുപോയിട്ട് അവർ സുഖമായിട്ട് അവിടെ ജീവിച്ചു. ഇതാണ് സിൻഡർലയുടെ പടം. ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള പാടാണ്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ബൈ.